മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. യേശു ക്രിസ്തു ഇന്നലെയും എന്നും എന്നേക്കും അനിലൻ തന്നെ. വിവിധവും അന്യവുമായ ഉപദേശങ്ങളാൽ പങ്കാക്കി അങ്കിയും എടുത്തു. അങ്കിയും തുന്നലില്ലാതെ മേൽത്തൊട്ട് അടിയോളം മുഴുവനും നെയ്തതായിരുന്നു. ഇത് കീറരുത്, ആർക്ക് വരുമെന്ന് ചീട്ടിടുക എന്നവർ തമ്മിൽ പറഞ്ഞു. നിങ്ങളെ വീണ്ടെടുത്തുള്ള കർത്താവേ, അടിമയായി പോകേണ്ട ഞങ്ങളപ്പാ, പാതാളത്തിലേക്ക് കടന്നു പോകേണ്ട ഞങ്ങളപ്പാ, നഷ്ടപ്പെട്ടു പോകേണ്ട ഞങ്ങളപ്പാ, അവിടെ പോയിട്ട് എന്ത് ജോലിയാണെന്ന് ആർക്കറിയാം. പിന്നെ പറയുന്നത് ഇങ്ങനെയാ, ജോലിക്ക് പോയാൽ തെറ്റ്, ദൂരെ പോയാൽ തെറ്റ്, അവിടെ രാവിലെ അല്ലെങ്കിൽ രാവിലെ അണിഞ്ഞൊരുക്കി പോകും. ഇതാ പറയുന്നത്, അന്നുണ്ടായിരുന്ന ഈശ്വരൻ ഇന്നുമുണ്ട്, അന്നുണ്ടായിരുന്ന ന്യായശാസ്ത്രി ഇന്നുമുണ്ട്. കുറ്റം പറയുന്ന അന്ന് കുട്ടി കർത്താവിനെ ഒറ്റി കൊടുത്താലെങ്കിൽ അന്ന് കർത്താവിനെ ക്രൂശിക്കുവാനായിട്ട് ആർക്ക് വിളിച്ച അതേ തരത്തിലുള്ള ജനം ഇന്നുമുണ്ട്. കാരണം ജനത്തിന് അല്ലെങ്കിൽ ജനങ്ങളുടെ രൂപങ്ങൾക്ക് മാത്രമേ മാറ്റം സംഭവിച്ചിട്ടുള്ളൂ, ചിന്താഗതികൾക്ക് ഇന്നും മാറ്റം സംഭവിച്ചിട്ടില്ല. നാം മാറേണ്ടിയിരിക്കുന്നു. ഈ ഒരു കർത്താവിന്റെ ഈ ഓരോ ക്രൂശീകരണ ദിനങ്ങളിലും ആ ഒരു ദിനത്തിൽ നമ്മൾക്ക് നല്ല ഓരോ ദുഃഖ വെള്ളിയാഴ്ചകളിലും നാം ഓർമ്മിക്കപ്പെടേണ്ടത് ഞാൻ മാറിയിട്ടുണ്ടോ. കർത്താവിനറിയാം, കർത്താവ് അവിടെ കൃഷികരണം കഴിച്ചു, കർത്താവ് കൃഷിക്കിടന്നു, കർത്താവ് കൃഷികരണം നമുക്ക് വേണ്ടി ആദ്യമായി തീർന്നതെല്ലാം നമുക്കറിയാം. നാം ഓരോ കൃഷികളുടെ സമയത്ത് നാം എന്തെയും കൃഷിമലയിൽ പോകും, മലയാറ്റിൽ പോകും, എല്ലാവരും പോകുന്നതാണ്. നമ്മൾ പോകുന്ന ഈ കടന്നു വരും എന്ന് നമ്മൾ വളരെ ഭക്തിയോടുകൂടി ഇന്ന് ദുഃഖമാണ്, അതുകൊണ്ട് കർത്താവ് വസ്ത്രങ്ങൾ ധരിച്ചു പോകും. അത് ഓരോരുത്തരിലേക്ക് ചിന്താഗതികളാണ്. ഞാൻ അതിനെ കുറിച്ചൊന്നും പറയുവാനായിട്ട് വരുന്നില്ല. പക്ഷേ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നാം ഇതൊക്കെ ആചരിക്കാറുണ്ട്, എന്നാൽ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാറില്ല. ഈ ക്രൂശീകരണ നാളുകൾ, ഈ ഒരു ദുഃഖ വെള്ളിയാഴ്ചയിൽ ഞാൻ മാറിയിട്ടുണ്ടോ, എന്റെ ചിന്താഗതികൾക്ക് മാറ്റം സംഭവിച്ചിട്ടുണ്ടോ, ഞാൻ മറ്റുള്ളവരെ കുറ്റം പറയും. എന്നാൽ യേശു പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയാതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. എന്നാൽ യേശു പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയാതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. ഇതാണ് യേശു ക്രിസ്തു തന്റെ ക്രൂശീകരണ വേളയിൽ പറഞ്ഞ 7 മൊഴികളിൽ ആദ്യത്തെ മൊഴി. അപ്പൊ കർത്താവ് അരുളി ചെയ്ത ആദ്യത്തെ മൊഴി എന്ന് പറയുന്നത് ഒരു പ്രാർത്ഥനയായിരുന്നു. ഒരു നീണ്ട കാലഘട്ടത്തിൽ കൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ അവസരത്തിൽ കർത്താവായ യേശു കാൽവരി ക്രൂശിൽ പെടുന്ന പറഞ്ഞ മൊഴികളാണ് നാം ഇവിടെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നമ്മൾ ഇനി ധ്യാനിക്കാൻ പോകുന്നത് രണ്ടാമത്തെ മൊഴിയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം അതിന്റെ 43-ാം വാക്യം. യേശു അവനോട്, ഇന്ന് നീ എന്നോട് കൂടെ പറുദീസായിൽ ഇരിക്കും എന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഈ രണ്ടാമത്തെ മൊഴി നാം വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, ഇതൊരു വാഗ്ദത്ത വചനമാണ്. കർത്താവായ യേശു കാൽവരി ക്രൂശിൽ കിടന്നുകൊണ്ട് തന്റെ ഇടത്തും വലത്തുമായി ഓരോ കള്ളന്മാരെ അവിടെ ക്രൂശിച്ചിരുന്നു. അപ്പൊ അതിൽ ഒരാളോട് യേശു ക്രിസ്തു ഒരാളിന് കൊടുത്ത വാഗ്ദത്തമാണ് ഈ രണ്ടാമത്തെ മൊഴി. യേശു ക്രിസ്തുവിന് ആ 2 കള്ളന്മാരുടെ ആ കാലഘട്ടത്തിൽ തെറ്റുകൾ ചെയ്യുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ശിക്ഷയാണ് ഈ ക്രൂശ് മരണം. അങ്ങനെ 2 കള്ളന്മാരുടെ മധ്യത്തിൽ യേശു ക്രിസ്തുവിനെ അവിടെ ക്രൂശിച്ചിരിക്കുന്നു. മൂന്നാമത്തെ മൊഴിയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 26-27 വാക്യങ്ങൾ. യേശു തന്റെ അമ്മയെ താൻ സ്നേഹിച്ച ശിഷ്യൻ നിൽക്കുന്നത് കണ്ടിട്ട്, സ്ത്രീയെ ഇതാ നിന്റെ മകൻ എന്ന് അമ്മയോട് പറഞ്ഞു. പിന്നെ ശിഷ്യനോട് ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞു. ആ നാഴിക മുതൽ ആ ശിഷ്യൻ അവരെ തന്റെ വീട്ടിൽ കൈക്കൊണ്ടു. നമ്മുടെ 10ാം ക്ലാസ്സിലെ ഒരു പാഠപുസ്തകം നോക്കുകയാണെങ്കിൽ, മലയാള പാഠപുസ്തകം നോക്കുകയാണെങ്കിൽ അത് ലാസ്റ്റ് ഒരു കവിതയുണ്ട്. അമ്മ തൊട്ടിൽ എന്നാണ് ആ കവിതയുടെ പേര്. റഫീഖ് അഹമ്മദിന്റെ കവിതയാണ്. അതിൽ പറഞ്ഞ 7 മൊഴികളിൽ 4ാമത്തെ മൊഴിയുമായാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. 4ാമത്തെ മൊഴി എന്ന് പറയുമ്പോൾ, എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് എന്നതാണ്. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 34-ാം വാക്യം ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. 9-ാം മണിനേരത്ത് യേശു എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് എന്നർത്ഥമുള്ള ഏലോഹി ഏലോഹി ലാമാ ശബക്താനി എന്ന് അത്യുച്ചത്തിൽ നിലവിളിച്ചു. നമുക്ക് ഏവർക്കും അറിയാവുന്ന ഒരു വാക്യമാണിത്. കൂടാതെ തന്നെ ഇത് ഒരു ചോദ്യരൂപേണ ഉള്ള ഒരു മൊഴി കൂടിയാണ്. പുത്രനായ ദൈവം തന്റെ പിതാവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം കൂടിയാണ്. മറ്റു മൊഴികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മറ്റു മൊഴികളെല്ലാം തന്നെ സൗമ്യമായി പറയുന്ന യേശു ഈ ഒരു മൊഴി മാത്രമാണ് വളരെ അത്യുച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു.
ക്രിസ്തുവിന്റെ ക്രൂശീകരണവുമായി ബന്ധപ്പെട്ട് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിലും മത്തായി സുവിശേഷത്തിലും മാത്രമാണ് ഈ മൊഴികൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 46-ാം വാക്യത്തിൽ എന്നാൽ യേശുവിന്റെ ക്രൂശീകരണത്തിലൂടെ ക്രൂശ് രക്ഷയുടെ അനുഭവമായി മാറിയിരിക്കുന്നു. ക്രൂശിൽ കിടന്ന് യേശു പറഞ്ഞ 7 മൊഴികൾ സഹിഷ്ണുതയുടെയും സഹനത്തിന്റെയും ക്ഷമയുടെയും പ്രതീകമായിരുന്നു. ക്രൂശിൽ കിടന്ന് യേശു പറഞ്ഞ 5-ാമത്തെ മൊഴിയാണ് ഞാൻ ഇന്നിവിടെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 28-ാം വാക്യം. അതിനുശേഷം സകലവും തിരിഞ്ഞിരിക്കുന്നു. യേശു അറിഞ്ഞിട്ട് തിരുവെടുത്ത് നിവൃത്തിയാകും വണ്ണം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. 5-ാമത്തെ മൊഴി എന്നത് എനിക്ക് ദാഹിക്കുന്നു എന്നതാണ്. ഇവിടെ എടുത്തു പറയുന്നുണ്ട് സകലവും തികഞ്ഞിട്ട് യേശു തിരുവെടുത്ത് നിവൃത്തിയാകും വണ്ണമെന്ന്. ഏത് തിരുവെടുത്താണ് ഇവിടെ നിവൃത്തിയായിരിക്കുന്നത്? പഴയ നിയമ പുസ്തകങ്ങളിലേക്ക് നോക്കിയാൽ ദാവീദിന്റെ സങ്കീർത്തനം 69-ാം അധ്യായം അതിന്റെ 21-ാം വാക്യം. അവർ എനിക്ക് തിന്നുവാൻ കയ്പ് തന്നു, എന്റെ ദാഹത്തിന് ചുരുക്ക കുടിപ്പാൻ തന്നു. യേശുവിനെ ദാഹിക്കണമെന്നുള്ളതും ക്രൂശിലെ 6-ാമത്തെ മൊഴിയാണ് നിവർത്തിയത്. യോഹന്നാൻ 19-ാം അധ്യായം 30-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, യേശു കുറിച്ചൊരിഞ്ഞു കുറിച്ചു ശേഷം നിവർത്തിയായി എന്ന് പറഞ്ഞ് തല ചരിച്ച് ആത്മാവിനെ കൊടുത്തു. ഒരു മനുഷ്യ ജീവിതത്തിൽ പ്രധാനപ്പെട്ട വാക്കുകളാണ് മരണസമയത്തെ അവസാന വാക്കുകൾ. ആ വാക്കുകൾക്ക് വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് നാം ഇവിടെ ആയിരിക്കുന്നത്. ലോകപ്രസിദ്ധമായ ഈ അവസാനത്തെ മൊഴിയായ 7-ാമത്തെ യേശു ക്രൂശിൽ കിടന്നുകൊണ്ട് മൊഴിഞ്ഞ 7-ാമത്തെ മൊഴി. ലൂക്കോസ് എഴുതിയ സുവിശേഷം 23-ാം അധ്യായം 46-ാം വാക്യം. യേശു അത്യുച്ചത്തിൽ ഞാൻ എന്റെ ആത്മാവിനെ തൃക്കൈകളിൽ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് പ്രാണനെ വിട്ടു. ഒരു നിമിഷം കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിച്ചു. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, അല്പസമയം നിർവചനവുമായി അങ്ങയുടെ സന്നിധിയിലായിരിക്കുമ്പോൾ അങ്ങയുടെ കൃപകരണമേ. കർത്താവെ, വചനം ധ്യാനിക്കുന്ന അടിയനെയും കേൾവിക്കാരായ അങ്ങയുടെ മക്കളെയും അങ്ങ് ഒരുപോലെ അനുഗ്രഹിക്കണമേ. അടിയൻ പ്രാർത്ഥനയും അടിയന്റെ വായിലെ വാക്കുകളും ഹൃദയത്തിൽ ധ്യാനവും തിരുമുമ്പാകെ പ്രസാദകരമായിരിക്കും വരട്ടെ. ആമേൻ. 1-ാമത്തെ മൊഴി പോലെ തന്നെയാണ് 7-ാമത്തെ മൊഴി. ഒരു പ്രാർത്ഥന തന്നെയാണ് 1-ാമത്തെ മൊഴി. തന്നെ ഉപദ്രവിച്ചവർക്ക് വേണ്ടി യേശു പ്രാർത്ഥിച്ചുവെങ്കിൽ അവസാനത്തെ മൊഴി അതൊരു സമർപ്പണമായിരുന്നു. സുപ്രസിദ്ധ ആംഗലേയ സാഹിത്യകാരനും കവിയുമായിരുന്ന സർ വാൾട്ടർ സ്കോട്ട് തന്റെ മരണക്കിടക്കിൽ കിടന്നുകൊണ്ട് തന്റെ ചുറ്റും കൂടുന്ന ശിഷ്യന്മാരോട് ഇങ്ങനെ പറയുകയുണ്ടായി, ഒരു പുസ്തകം എടുത്ത് വായിക്കുക എന്ന്. ചുറ്റും കൂടുന്ന ശിഷ്യന്മാർ ചോദിച്ചു, അങ്ങ് എഴുതിയ ഏത് പുസ്തകമാണ് ഞങ്ങൾ വായിക്കേണ്ടത് എന്ന്. അപ്പോൾ വാൾട്ടർ പറഞ്ഞു, ഒരു പുസ്തകമേ ഉള്ളൂ, അത് സത്യവേദ പുസ്തകമാണ്, അതാണ് വായിക്കേണ്ടത് എന്ന്. വേദനയുടെയും ധാനങ്ങളുടെയും മധ്യത്തിൽ ആശ്വാസം ക്ഷമിക്കണമേ. രണ്ടാമത്തേത്, ഇന്നിനി എന്നോടുകൂടി പരദേശിയിൽ ഇരിക്കും. 3-ാമത്തേത്, സ്ത്രീയെ ഇതാ നിന്റെ മകൻ എന്ന് അമ്മയോട് പറഞ്ഞു. പിന്നെ ശിഷ്യനോട് ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞു. 4-ാമത്തേത്, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ന്. 5-ാമത്തേത്, എനിക്ക് ദാഹിക്കും. 6-ാമത്തേത്, നിവർത്തിയായി. 7-ാമത്തേത്, പിതാവേ, എന്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു. ഈ 7 മൊഴികളാണ് കർത്താവായ യേശു കർത്താവ് ക്രൂശിൽ കിടന്നുകൊണ്ട് അവസാനമായി പറഞ്ഞ ധ്യാനങ്ങൾ. 1-ാമതായി നാം കേട്ടതുപോലെ 1-ാമത്തെ മൊഴിയുടെ പ്രാധാന്യം ഒരു മധ്യസ്ഥ പ്രാർത്ഥന. കഷ്ടതയിൽ പ്രാർത്ഥിക്കുവാനും സ്വന്തം കഷ്ടതയിലും കൂടെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥന. 2-ാമത്തേത്, വാഗ്ദത്തം നൽകുന്ന ഒരു പ്രാർത്ഥന കർത്താവ്. 3-ാമത്തേത്, സ്വന്തം ഉത്തരവാദിത്തത്തിൽ നിന്ന് മറക്കരുത് അല്ലെങ്കിൽ മാറരുത്, മറ്റുള്ളവരെ പരിഗണനയിൽ കൂടിയുള്ള ഒരു ഉത്തരവാദിത്തത്തെക്കുറിച്ച് ഇവിടെ കേൾക്കുവാനിടയായി. 4-ാമത്തേത്, അത്യുച്ചത്തിൽ നിലവിളിച്ചുകൊണ്ടുള്ള ഒരു പ്രാർത്ഥന. കർത്താവ് യേശു കർത്താവ് അതുവരെ ശാന്തനായിരുന്നതിന് ശേഷം 4-ാമതായിട്ട് അത്യുച്ചത്തിൽ നിലവിളിച്ചു പ്രാർത്ഥിച്ചു. 5-ാമതായിട്ട് ഒരു ദാഹത്തെക്കുറിച്ച് കേൾക്കുവാനായിട്ട് എനിക്ക് ദാഹിക്കുന്നു,
ആത്മീയ ദാഹത്തെക്കുറിച്ച് കേൾക്കുവാനായി തരുന്നു. ആറാമതായിട്ട് സകലവും ഈ ലോകത്തിലുള്ള സകലവും നിവൃത്തിയായി എന്നതിനെ കുറിച്ചുള്ള മനുഷ്യരാശികൾക്ക് വേണ്ടി സകലവും നിവൃത്തിയതും പിതാവിൻ്റെ ഇഷ്ടവും നിവൃത്തിയായി. ഏഴാമതായിട്ട് ഒരു സമർപ്പണത്തോടുള്ള പ്രാർത്ഥന. നമുക്കും പ്രകാരം കർത്താവിന്റെ സന്നിധിയിൽ ഒന്നുകൂടെ നമുക്ക് നമ്മുടെ ചിന്തയിലേക്ക് കൊണ്ടുവരാം. ആഘോഷിക്കുന്ന നാളിൽ കാൽവരിയിൽ യാഗമായി തീർന്ന കർത്താവ് ആ കഷ്ടതയുടെ നടുവിലും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുകയും ക്രൂശിൽ കിടന്നുകൊണ്ട് സകലവും സഹിച്ച് ക്ഷമിച്ച് കള്ളനോട് പ്രധാനം പറഞ്ഞു, ഇതിനെ എന്നോടുകൂടി പ്രതി സ്വീകരിക്കും. ആ കാരുണ്യവനായ അത്ഭുതവാനായ നമ്മളെ വീണ്ടെടുക്കുന്നവനായ കർത്താവിനെ പ്രാർത്ഥിക്കുകയും മഹാകാരുണ്യവാൻ തീരുമാനം നയിക്കുന്ന പരിശുദ്ധ കർത്താവ് ഇത്രമാത്രം കരുണത്തോടുവാൻ, ഇത്രമാത്രം സ്നേഹത്തോടുവാൻ കർത്താവെ ഞങ്ങൾ എന്തുള്ളൂ. കർത്താവെ നിങ്ങൾ വെറും ക്രമികളാകുന്ന ഒന്നിനും കൊള്ളാത്ത പാപികളായ പാപ സ്വഭാവമുള്ള മനുഷ്യരത്രേ ഞങ്ങൾ. കർത്താവ് അങ്ങയുടെ സന്നിധിയിൽ കടന്നു വരുവാൻ, അങ്ങ് മഹത്വമേറിയ ഈ 7 വഴികൾ കുരിശിൽ കിടന്നുകൊണ്ട് പറഞ്ഞത് അത് ധ്യാനിക്കുവാനോ അത് ഉച്ചരിക്കുവാനോ നിങ്ങൾ അർഹതയോ യോഗ്യതയോ യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആശീർവാദത്തെക്കുറിച്ച് സകലവും സമാധാനം നമ്മൾ ഓരോരുത്തരുമായിട്ട് ലഭിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവിന്റെ സ്നാപനം മടങ്ങിപ്പോകുകയും കൊച്ചുപിള്ളേർക്ക് തരാം. ഇത് വലിയവർക്ക് പോട്ടെ. ചോറ് മാത്രം മതിയാ? മതിയാ?